യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദന. ഞാൻ ആൻ എന്ന തലവരി സെന്റ് തോമസ് CSI സഭാംഗമാണ്. CSSM പ്രതിദിന ധ്യാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നെ ദൈവത്തോട് CSSM പ്രവർത്തകരോട് എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൽ ഞാൻ തെളിവെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 14 വരെ വാക്യങ്ങളാണ്. യേശു ബെഥാനിയയിൽ നിന്ന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ യേശുവിന് വിശന്നു. യേശു ഇടയിലുള്ള ഒരൊറ്റ വൃക്ഷം വഴിയരികെ നിൽക്കുന്നത് കണ്ടു. ആ ഒറ്റ വൃക്ഷത്തിൽ ഫലം ഉണ്ടാകുമെന്ന് വിചാരിച്ച് യേശു അത്തിയുടെ അടുക്കലെത്തി. അതിൽ ഇലയല്ലാതെ ഫലം കണ്ടില്ല. അത്ര വൃക്ഷത്തിൽ ഇലയുള്ളപ്പം ഫലം കാണുക പതിവാണല്ലോ. അതിനാലാണ് യേശു ഫലം പ്രതീക്ഷിച്ചത്. യേശു അത്തിയോട്, ഇനി നിങ്കിൽ നിന്ന് ആരും എന്നേക്കും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെയും യേശു ശിഷ്യന്മാരും ആ വഴിയെ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം ഉണങ്ങി പോയത് കണ്ടു. ഈ സംഭവത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഇലയുള്ള ഒരൊറ്റവൃക്ഷത്തിന്റെ കടമ ഫലം പുറപ്പെടുവിക്കുക എന്നതാണ്. ഈ അത്തിവൃക്ഷത്തിൽ ഫലം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഉണക്കി കളഞ്ഞത്. യേശു കർത്താവ് നാം ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെല്ലാം സ്ഥലങ്ങളാണ് യേശു കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുക, യേശുവിൽ വിശ്വസിക്കുക, ദിവസവും തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക, മുതിർന്നവരെ ബഹുമാനിക്കുക. ഈ ഉപമയിൽ നിന്ന് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം, മതപരമായ ബാഹ്യാചാരങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് സൽഫലങ്ങളെ പുറപ്പെടുവിക്കാനുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേരളത്തിൽ നല്ല വചനത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ നല്ല ഫലം പുറപ്പെടുവിച്ച് അങ്ങത്തോട് ജീവിക്കാൻ കൃപ നൽകിയെന്ന് യേശു കർത്താവിൻ്റെ ധൈര്യമായ നാമത്തിൽ